ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനേകായിരങ്ങൾക്ക് കൃപാസന മാതാവ് ഉടമ്പടിയിലൂടെ നൽകി വരുന്ന സൗഖ്യങ്ങളും വിടുതലും രക്ഷയും ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ പെട്ടുഴലുന്ന എല്ലാ ദൈവമക്കൾക്കും ആശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വാന്തനമായി അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുള്ളതായി കൃപാസനം മാതാവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി എടുത്ത എല്ലാ മക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെ വന്നവർ ആരും തന്നെ നിരാശരായി പോകേണ്ടി വന്നിട്ടില്ല. എല്ലാവരും തികഞ്ഞ മനസ്സോടെയാണ് അവിടെ നിന്നും തിരിച്ചു പോകാറ്. അതിന് ഒരു വിപരീത ഫലമായി ചില നീചശക്തികൾ അല്ലെങ്കിൽ കൃപാസനത്തെ ഇകഴ്ത്തുന്ന ചില നവമാധ്യമങ്ങൾ അല്ലാതെ മറ്റ് ആരും തന്നെ കൃപാസനത്തെക്കുറിച്ച് മോശം അഭിപ്രായം ഇതുവരെ രേഖപ്പെടുത്തിയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പലതവണ ഞാൻ കൃപാസനം മാതാവിൻ്റെ സന്നിധിയിൽ വന്നിട്ടുള്ള ആളാണ്. ആരും തന്നെ മാതാവിനെ കുറിച്ച് ഇകഴ്ത്തി സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കൃപാസനം മാതാവിൻ്റെ ഈ സന്നിധി പെട്ടെന്ന് മുളച്ചു പൊന്തിയ ഒന്നുമല്ല. എത്രയോ നാളുകൾ അനേകായിരങ്ങൾ അഖണ്ഡ ജപമാലയിലൂടെ വളർത്തിയെടുത്തൊരു പ്രസ്ഥാനമാണ് കൃപാസനം റിട്രീറ്റ് സെൻറ്റർ എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. വിതക്കാരൻ്റെ ഉപമയാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറേ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വെയിലില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവർ കേൾക്കട്ടെ. അതിനാൽ വിതക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ടു മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. സത്യം ഇത് തന്നെയല്ലേ? കൃപാസനത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവർ അവർ ഈ വിതക്കാരൻ വിതച്ച വിത്തുകളിൽ ഏതാണെന്ന് നമുക്കറിയാം. എന്നാൽ അവിടെ വന്ന് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നവരാകട്ടെ മാതാവിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും കർത്താവ് യേശുവിൽ അമ്മ മാതാവിന് ഉള്ള ആ മധ്യസ്ഥ ശക്തി ഉപയോഗിക്കുകയും ചെയ്യുന്നവനാണ് അവിടെ നിന്ന് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലങ്ങൾ കൊയ്തെടുക്കുന്നത്. പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, അനേകായിരം മക്കൾ നിൻ്റെ മുമ്പിൽ ഉടമ്പടിയായി നിൻ്റെ സന്നിധിയിൽ അണഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ വേദനകളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ മാതാവേ നീ സഹായഹസ്തം നീട്ടണമേ. കർത്താവ് യേശു നിന്ന് അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചു കൊടുക്കണമേ. അതിനായി പ്രത്യേകം മാധ്യസ്ഥം അപേക്ഷിക്കുകയാണമ്മേ. ഞങ്ങളുടെ ഈ എളിയ വാക്കുകൾ അമ്മേ നീ കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചാലും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.